സാങ്കേതിക സർവകലാശാല മുൻ വി.സി. സിസ തോമസിന് തടഞ്ഞുവച്ച പെൻഷൻ ആനുകൂല്യം ഉടൻ കൊടുക്കണമെന്നാണ് കോടതി വിധി വന്നേക്കുന്നത്. കോടതി നിരീക്ഷിച്ചത് സർക്കാർ അമിതാധികാരം ഉപയോഗിച്ച് സമർത്ഥയായ ഒരു ഉദ്യോഗസ്ഥയെ ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിച്ചു എന്നാണ് കോടതി നിരീക്ഷിക്കുകയും കൂടി ചെയ്തത്. സർക്കാരിന് വലിയൊരു തിരിച്ചടിയല്ലേ ഇക്കാര്യത്തിലുണ്ടായത്. പ്രത്യേകിച്ചും ഈ ഗവർണർ നിയമിച്ചു എന്നുള്ള ഒറ്റ കുറ്റം മാത്രമാണ് സിസ തോമസിൻ്റെ മേൽ പറയാനുള്ളത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇത്തരം ഒരു നടപടി ഒരു വൈരാഗ്യ ബുദ്ധിയോടെ സർക്കാർ സ്വീകരിച്ചത്? ഇതിൽ പ്രേംലാൽ നമ്മുടെ സംസാരിച്ച രണ്ട് വേർഡ്, ഒന്ന് അമിതാധികാരം, രണ്ട് വൈരാഗ്യ ബുദ്ധി. ഇത് രണ്ടും തന്നെയാണ് കാരണം. അത് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഏറ്റവും കൂടുതലുള്ളൊരു പാർട്ടി CPM ആണ്. കാര്യം നിങ്ങൾ ഇപ്പോൾ പ്രേംലാൽ എന്ന വ്യക്തിയുടെ മെറിറ്റ് അല്ല അവർ നോക്കുന്നത് അവരുടെ രാഷ്ട്രീയ എതിരാളി ഇടപെട്ട് ചെയ്തൊരു കാര്യമാണെങ്കിൽ ആ രാഷ്ട്രീയ എതിരാളിയെ നിങ്ങളിലൂടെ കാണത്തുള്ളൂ. ആര് കാണുള്ളൂ? ഈ സർക്കാർ കാണുള്ളൂ. അവരുടെ കണ്ണിൽ ആ കാണുന്ന രാഷ്ട്രീയ എതിരാളിയെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മെറിറ്റോ നിങ്ങളെന്ന വ്യക്തിയോ ഉണ്ടായിരിക്കില്ല. അത് CPMൻ്റെ കാലാകാലങ്ങളിലായിട്ട് ഉള്ളൊരു പരിപാടിയാണ്. കാലാകാലങ്ങളിലായിട്ട് അവരങ്ങനെയാണ്, മെറിറ്റല്ല അവർ നോക്കുന്നത്. ഈ ഉദ്യോഗസ്ഥ ചെയ്തത് CPM എന്ന് പറയുന്ന പാർട്ടി നിയമിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലാതെ ഈ ടെമ്പററി ആയും അല്ലാതെയും ഒക്കെ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ പാർട്ടിസം എന്നാണ് പറയുന്നത്. പാർട്ടിസത്തിലൂടെ കാശടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഇവരൊന്ന് പിടിക്കാൻ നോക്കി. അത് പിടിക്കാൻ നോക്കിയപ്പോൾ അത് ഇവർക്ക് സഹിച്ചില്ല. അതെപ്പോഴും അങ്ങനെയാണ്. പ്രേംലാലിനെ അറിയാമോന്ന് അറിയില്ല. തലസ്ഥാനത്ത് ഒരുപാട് വർഷം ജോലി ചെയ്ത ആളാണ് ഞാനൊക്കെ. തലസ്ഥാനത്ത് എങ്ങനെയെന്ന് വെച്ചാൽ വർഷാവർഷം CPM ഭരണത്തിൽ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് കുറേ പെരിങ്ങി ഇറക്കുമതി ചെയ്യും. അവരുടെ മാമൻ, അവരുടെ മച്ചമ്പി, അവരുടെ അപ്പൂപ്പൻ, ഇനി ഇല്ലാത്ത ബന്ധുക്കളൊന്നും കാണില്ല. ഇവരെല്ലാം 5 കൊല്ലം കൊണ്ട് അടുത്ത 5 കൊല്ലം 10 കൊല്ലം ഭരിക്കാനുള്ള വെട്ടി മേനിയാക്കി കൊണ്ടങ്ങ് പോകും. അതിൽ ഒറ്റ ഉദാഹരണമാണ് ഈ ഊരാളുങ്കൽ. നമ്മൾ കാണുന്ന ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. ഊരാളുങ്കൽ നമ്മുടെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഖജനാവിലുള്ളതിനേക്കാളും കാശ് ഊരാളുങ്കലിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ, അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യില്ല. ഇവർ മെറിറ്റ് അനുസരിച്ചേ പോവുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ? പിണറായി വിജയൻ എന്ന നേതാവ് 1966 ഈ പറയുന്ന ആഭ്യന്തര കലാപം ഉണ്ടാക്കിയതായിട്ട് കണ്ണൂർ ഉണ്ടാക്കിയ കെട്ടുകഥ ഉണ്ടാക്കുമ്പോൾ അത് കെട്ടുകഥയാണെന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് പിണറായി വിജയൻ അറിയാം. അത് ഗവർണർ RM രവിക്ക് അറിയാം എന്നുള്ളതുപോലെ തന്നെ ഇദ്ദേഹത്തിനും അറിയാം. ഇപ്പോൾ ഒരു പോഡാണുള്ളെങ്കിൽ ആ പോഡിനെ അറിയാവുന്നുള്ളവർ അദ്ദേഹം പോയി പുതിയ രൂപത്തിലും ഭാവത്തിലും വേഷം മാറി നിൽക്കുമ്പോൾ ആ പോഡിനെ തിരിച്ചറിയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പോടെന്ന് പറഞ്ഞ് മനസ്സിലായില്ല, ഉള്ളുപുള്ളയായവൻ. ഈ ഉള്ളുപുള്ളയായവനെ തിരിച്ചറിയാൻ ഇവിടെ അവൻ നിൽക്കുന്ന പുതിയ മേഖലയിൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ പേടിക്കും. അത്തരത്തിലൊരു ഉള്ളുപുള്ളയായ ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ തിരിച്ചറിയുന്ന ആളാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ആ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അവർ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം വർത്തമാനകാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രേംലാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉദാഹരണത്തിന് ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥരും IAS ഉദ്യോഗസ്ഥരും തമ്മിലടിക്കുന്ന രംഗം. പ്രശാന്തിന് എന്താ കുറവ്? ഇപ്പോഴത്തെ ജയതിലകൻ എന്ന് പറയുന്ന ഓഫീസർ, ഈ പറയുന്ന ചീഫ് സെക്രട്ടറി, എന്താ അദ്ദേഹത്തിൻ്റെ മെറിറ്റ്? അല്ലേ? നിങ്ങളൊക്കെ നീണ്ടകാലം അല്ലെങ്കിലും പോട്ടെ 10 കൊല്ലത്തിനധികം പത്രപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? എന്താ പറയാനുള്ളത്? അത് പദവികൾ മറന്നുകൊണ്ട് രണ്ടുപേരും. പദവികൾ മാത്രമല്ല പ്രേംലാലെ, ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ മെറിറ്റും കൂടെ നമ്മൾ നോക്കണം. നിങ്ങളുടെ കഴിവ് നോക്കിയിട്ട് ഇപ്പോൾ IAS തലത്തിലായാലും IPS തലത്തിലായാലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് എന്തിനാണ്? മന്ത്രിക്ക് പണി എളുപ്പമാവാനാണ്, ഭരണനിർവഹണത്തിനാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്തിനാണ്? പണി എളുപ്പമാവാനാണ്. ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇവരെ വെക്കുന്നത് ജോലി എളുപ്പമാവാനും മന്ത്രിക്ക് പണി ലഘൂകരിക്കാനുമാണ്. ഇവിടെ മന്ത്രിക്ക് പണി കൂടുതലാക്കി കൊടുക്കുക ഇവരൊക്കെ. അതും മന്ത്രി, നമ്മൾ ഇരിക്കാൻ വണ്ണം ഇരുന്നാൽ ക്ഷൗര്യം ചെയ്യുന്നവൻ നല്ലവണ്ണം ക്ഷൗര്യം ചെയ്യുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇത് ഇരിക്കാൻ വണ്ണം ഇരിക്കുന്നുമില്ല, ക്ഷൗര്യം ചെയ്യുന്നവൻ മൊത്തം മുറിയുകയും ചെയ്യുന്നു, അല്ലയോ? നമ്മൾ ചെറിയ ഉദാഹരണം ഈ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എത്ര നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൗരിയമ്മ, EK നായനാർ, സഖാവ് VS. ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനാണ് സഖാവ് VS എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേറൊന്നും പറയില്ല, ആരാധന കൊണ്ട് സഖാവ് VS എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ എത്രയോ പേരുണ്ട്. അവരെല്ലാം തന്നെ എന്ത് ഭംഗിയായിട്ടാണ് ഈ IASകാരൊക്കെ ഇവിടെ വെച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആടി കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥ, അതും ഒരു സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കുക.
നമ്മൾ വേറെ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക. ഒരു IAS ഉദ്യോഗസ്ഥൻ അശോക്, കൃഷി വകുപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, ഈ B അശോകനെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് എടുത്ത് വകുപ്പ് മാറ്റുന്നു. നിങ്ങളൊരു വകുപ്പിലെ മന്ത്രിയാണ്, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ ഏറ്റവും ഒരു ഉദ്യോഗസ്ഥനും ഒരു മന്ത്രിയും തമ്മിൽ എങ്ങനെയാണ് കെമിസ്ട്രി ഉണ്ടാകുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഫയലിൽ എഴുതുന്ന ഉദ്യോഗസ്ഥനായ ഞാൻ എൻ്റെ കഴിവാണ് ആ ഫയലിൽ കാണുന്നത്. അവിടെയാണ് നിങ്ങൾക്കും എനിക്കും തമ്മിൽ കെമിസ്ട്രി ഉണ്ടാകുന്നത്, അല്ലയോ? അതെ. ആ കെമിസ്ട്രി ഉള്ള ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിനെ അറിയാതെ, മന്ത്രി അറിയാതെ എടുത്ത് സ്ഥലം മാറ്റുമ്പോൾ ഇത് ആരാ ഇവിടെ ഭരിക്കുന്നത്? ഇതാണ് ഇവിടെ സംഭവിച്ചത്. ആ ഉദ്യോഗസ്ഥയ്ക്ക് പെൻഷൻ കിട്ടാത്ത രീതിയിൽ കളിക്കുകയാണ്. ഇതൊരു ഉദ്യോഗസ്ഥയുടെ ചെറിയ കാര്യം. പാർട്ടിസം നടപ്പാക്കിയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ട് പാർട്ടിസം ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാം. പക്ഷേ എന്നോട് പോലും കളിച്ചിട്ടുണ്ട് ഈ പാർട്ടി. ഞാനൊരു വെറും നിസ്സാരക്കാരൻ, ഒരു മൺതരി, ഒരു ഈർക്കിൽ. ആ നമ്മളുടെ അടുത്ത് ഈ പാർട്ടിസം കളിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ പറയുന്ന പാർട്ടിയുടെ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവരാണ് പലരും, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഞാനും. അത് ഇവരെ ആരെയും കണ്ടിട്ടൊന്നുമല്ല, ഒരു വ്യക്തിയെയും കണ്ടിട്ടല്ല. അപ്പോൾ അത്തരത്തിൽ കളിച്ചാണ് ആ സ്ത്രീയോട് അവരെ പെൻഷൻ. ഇനി ഇവർ പോയാൽ, ഇവർ സുപ്രീം കോടതിയിൽ പോയാൽ എന്തായിരിക്കും? ട്രൈബ്യൂണലിൽ കളിച്ചാൽ ഈ ആര് ഓർഡർ ഇട്ടെന്ന് ചോദിക്കും. ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ ഗവർണർക്ക് വേണ്ടി എന്നാണ് ഒപ്പിടുന്നത്, അല്ലയോ? അതെ. അപ്പോൾ ആരാ തൂങ്ങുന്നത്? ഗവർണർ, സർക്കാരല്ല. അവിടെയും സർക്കാർ രക്ഷപ്പെടാൻ കളിക്കും. അതാണ് ഈ വൃത്തികെട്ട CPM-ന്റെ നെറികെട്ട രാഷ്ട്രീയം. പ്രേംലാൽ ഒരു കാര്യത്തിൽ ഇടപെട്ട് നോക്കണം. അപ്പോഴേ ഞാൻ ഇത്രയും പറയുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കൂടെ ഉണ്ടായ എൻ്റെ വൈകാരികതയാണെന്ന് കൂടെ നിങ്ങൾ കരുതിക്കോളൂ. അല്ല, അവരിപ്പോൾ സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവണം പ്രേംലാൽ. ഇത് സങ്കീർണമാവണം. കാര്യം എന്ന് വെച്ചാൽ അത്ര കണ്ട് മ്ലേച്ഛമാണ്. 9 കൊല്ലത്തെ ഭരണം. ഞാൻ ചോദിക്കട്ടെ, പ്രശാന്തിന് എന്താ കുറവ്? പ്രശാന്ത് IPS-ന് എന്താ കുറവ്? എന്ത് മിടുക്കനായ ഒരു ഓഫീസറാണ്. അതെ, കോഴിക്കോട് കളക്ടറൊക്കെ എന്ത് മിടുക്കനായ ഓഫീസറാണ്. യോഗേഷ് ഗുപ്തയ്ക്ക് എന്താ കുറവ്? MP രാജേഷ് ബ്ലാക്ക് മാർക്കിലായ ഒരു മന്ത്രിയായി, അല്ലേ? എക്സൈസ് വകുപ്പിൽ അദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെടുത്ത് മാറ്റി. ഇപ്പം ഈ നിലമ്പൂർ ഇലക്ഷനിൽ കാണിക്കാതിരിക്കുന്ന അഹങ്കാരം 10 ദിവസം കഴിയട്ടെ. അഹങ്കാരം തുളുമ്പുന്ന വാക്ക് പിണറായി വിജയൻ ആദ്യം പറയും, രണ്ടാമത് മുഹമ്മദ് റിയാസ് പറയും, ബാക്കി ഗോവിന്ദൻ പറയും. അഹങ്കാരം തുളുമ്പുന്ന വാക്ക് അതാണ് CPM. നിങ്ങളുടെ വോട്ട് വാങ്ങി പെട്ടിയിലിടുന്നവരെ സംസാരിക്കും, അത് കഴിയുമ്പോൾ തീരും. ഉദ്യോഗസ്ഥർ ബലിയാടാവും. അല്ല, ഈ ഉദ്യോഗസ്ഥ എന്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരെന്ത് നല്ല ഉദ്യോഗസ്ഥയെന്നറിയോ? നിങ്ങളുടെയോ എൻ്റെയോ മക്കൾ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, 1-2 പേരുടെ മക്കളൊക്കെ. അവർ പറയുന്നത് നല്ലൊരു മേഡമെന്നാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്? ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അവർ കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും മോശക്കാരനല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുട്ടികളുടെ ഒരു പിടിവാശിയൊക്കെ അറിയാതെ ഉണ്ടാവും. ആ പിടിവാശിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇപ്പോൾ പിണറായി വിജയനും ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്, അല്ലേ? അല്ല, ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചു. എന്താ ബാക്കി ഇതിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. അതായത് അർഹതപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, അതിപ്പോൾ ഒരാൾ ഇപ്പോൾ ഗവർണറെ പോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ നിയമിച്ചതിൻ്റെ പേരിൽ അവരെ രാഷ്ട്രീയ വിരോധം തീർക്കുന്ന രീതിയിൽ, അവരെ വ്യക്തിപരമായി തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരെ എന്താ പറയുക, വേട്ടയാടുന്ന തരത്തിൽ, അല്ലേ? അതെ, വേട്ടയാടുന്ന തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത്, അതിപ്പോൾ ആരായാലും, അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരായാലും ശരി, ഏത് സർക്കാരായാലും ശരി, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് അവരുടെ മേൽ എന്താ പറയുക, വാശി തീർക്കുന്ന അധികാരത്തിന്റെ ഗർവ്, ഞങ്ങൾക്ക് എന്തും ആകാം എന്നൊരു ലൈൻ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആര് സ്വീകരിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അതിപ്പോൾ അവർ നിയമപരമായി കോടതികൾ അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ് നിർണായകം. കോടതി ആ ഒരു രീതിയിൽ ഇനി തുടർ നടപടികളിലേക്ക് പോകും എന്നും അവർ പറയും. അപ്പോൾ ഉറപ്പായിട്ടും അവർക്കുണ്ടായ അനീതിക്ക് പരിഹാരം ഉണ്ടാകും തന്നെ കരുതണം.